ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. രേണുസുതിയെ സ്വന്തം മകൻ തന്നെ തള്ളി പറഞ്ഞുകൊണ്ട് ഇതാ വീഡിയോ പുറത്തിറങ്ങിയിരിക്കുന്നു കേട്ടോ. ഇത്രയും നാളും കിച്ചു ഒന്നും പറഞ്ഞിരുന്നില്ല രേണുസുതിയെ. പക്ഷേ ഇപ്പൊ നന്നായി തള്ളി പറഞ്ഞുകൊണ്ട് തന്നെയാണ് ലൈവിൽ വന്നിരിക്കുന്നത്. അതോടൊപ്പം തന്നെ രേണുസുതിയുടെ ഓരോ കണ്ടന്റ് നമുക്ക് എടുത്തൊന്ന് നോക്കണം. കാരണം അയ്യേ എന്ന് പറയാവുന്ന കണ്ടന്റുകൾ മാത്രമേ ഉള്ളൂ. ഒരു കാലത്ത് ഒരുപാട് ഞാൻ പൊക്കി പറഞ്ഞൊരു വ്യക്തിയാണ് രേണുസുതി. നന്നായി ജീവിച്ചോട്ടെ, കഷ്ടപ്പെട്ട് ജീവിക്കട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. പക്ഷേ ഇപ്പൊ രേണുസുതിക്ക് കാശ് കയ്യിലെത്തിയത് പിന്നെ ഭയങ്കര തള്ളിച്ച് തോന്നിയിട്ടുണ്ട്. നമുക്കൊരു വോയിസ് കേട്ടുകൊണ്ട് തന്നെ തുടങ്ങാം കേട്ടോ. രേണു സുധി എന്ന് പറയുന്ന ഹാഷ്ടാഗ് ഇടുക, രണ്ട് തെറി വിളിക്കുക, തന്തയ്ക്കും തള്ളയ്ക്കും വിളിക്കുക, റീച്ച് മാത്രം ചാനലിൽ വീഡിയോ ഇടുന്ന ചില ചാനലുകളുണ്ട്. ഉണ്ട്. അപ്പൊ അവരെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? അവർ അരിയും പഞ്ചസാരയും മേടിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അരിയും പഞ്ചസാരയും അവർ മേടിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അത്ര റേഷൻ കടയിൽ മണ്ണെണ്ണ നിർത്തിയിട്ട് നമ്മൾ മണ്ണെണ്ണ വേണ്ട. അതെ, നീലമണ്ണെണ്ണയാണോ വെള്ളമണ്ണെണ്ണയാണോ നിർത്തിയത് വിഷയത്തിന് ഗതിപിടിക്കുന്നു. അപ്പൊ എല്ലാം സന്തോഷം മാത്രം. രേണുസുധിയുടെ കണ്ടന്റ് വിറ്റുകൊണ്ട് തന്നെ അരിയും പഞ്ചസാരയും മേടിക്കട്ടെ എന്നാണ് പറയുന്നത്. ഒരു കാലത്ത് ഇങ്ങനെ എല്ലാവരും ചെയ്തത് കൊണ്ട് തന്നെയാണ് രേണുസുധി ഇന്ന് രേണുസുധിയായിട്ട് തിളങ്ങി നിൽക്കുന്നത്. ബിഗ് ബോസിൽ തന്നെ പോകാൻ കാരണം എന്താണ്? സോഷ്യൽ മീഡിയയായിട്ട് തട്ടിക്കളിക്കുന്ന താരമായിരുന്നു രേണുസുധി. അതുകൊണ്ട് തന്നെയാണ് ബിഗ് ബോസിൽ വിളിച്ചത്. നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും ബിഗ് ബോസിൽ റേറ്റിംഗ് കിട്ടിയാൽ മതി. നെഗറ്റീവ് പോസിറ്റീവ് കിട്ടിയാലൊന്നും അവർക്ക് കുഴപ്പമില്ല. അതാണ്. അപ്പൊ രേണുസുധി ഒന്നും ആലോചിക്കുന്നത് ഈ യൂട്യൂബേഴ്സ് തന്നെയാണ് രേണുസുധിയെ വളർത്തിയത്. അപ്പൊ രേണുസുധി അരിയും പഞ്ചസാരയും മേടിക്കുന്നത് ആരുടെ കാശ് കൊണ്ടാണ്? ആരുടെ കാശ് കൊണ്ട്? ഇവര് ഇത്രയും വളർത്തിയത് കൊണ്ടല്ലേ. അവരൊന്നും അന്ന് അത്രയായിട്ട് ആഘോഷിച്ചില്ലായിരുന്നുവെങ്കിൽ രേണുസുധി ഇന്ന് വലുതാക്കുമായിരുന്നു. ബിഗ് സീറോ തന്നെ ആയിട്ട് നിൽക്കുമായിരുന്നു. പിന്നെ രേണുസുധി ഡെയിലി ഓരോ കണ്ടന്റ് ഇട്ട് തരുന്നുണ്ട് ഓരോരുത്തർക്കും. എന്തൊക്കെ കണ്ടന്റുകളാണ്! ഗർഭിണി ശരിക്കും ലൈം ലൈറ്റിൽ നിൽക്കാൻ തന്നെയാണ്. രേണുസുധിക്ക് ഇപ്പൊ റീച്ചില്ല, റീച്ച് വളരെ കുറഞ്ഞിട്ടുണ്ട്. ആ റീച്ച് കൂട്ടാൻ വേണ്ടിയിട്ട് രേണുസുധി ഇട്ട് തരുന്നതാണ് ഇതൊക്കെ കേട്ടോ. എന്താണ്, ഞാൻ ഗർഭിണിയാണ്, 21 വയസ്സ് പയ്യനെ ഒളിച്ചോടിപ്പോയി, ഇതൊക്കെ രേണുസുധി തന്നെ ഇട്ട് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ആൾക്കാർക്ക്. അപ്പൊ ഇതൊക്കെ ഇട്ട് കൊടുത്താൽ ഞങ്ങൾ എല്ലാവരും അത് ചെയ്യുക തന്നെ ചെയ്യും. കാരണം ഇത് രേണുസുധി വീട്ടിലിരുന്നിട്ടല്ല പറയുന്നത്, ഇത് സോഷ്യൽ മീഡിയയിലാണ് ഇടുന്നത്. ഞങ്ങൾക്ക് എല്ലാവർക്കും കേൾക്കാൻ കാതുകളുണ്ടല്ലോ. അപ്പൊ എല്ലാവരും ഇത് ഇട്ടുകൊണ്ട് തന്നെയാണ് എല്ലാവരും പെരുമാറുന്നത്. പിന്നെ പഞ്ചസാര അരിയൊന്നും ഞങ്ങൾക്ക് മേടിക്കാറായിട്ടില്ല കേട്ടോ രേണുസുധി, അതും കൂടി ആലോചിക്കണം. ഏറ്റവും അധികം നല്ല രീതിയിൽ പറഞ്ഞു പോയിക്കൊണ്ടിരുന്ന ഒരു ചാനലായിരുന്നു രേണുസുധിയെ കുറിച്ച് എൻ്റെ ഈ ചാനൽ. പക്ഷേ ബിഷപ്പിന്റെ കേസ് വന്നതിൽ പിന്നെ ഈ ഒരു പുരോഹിതനെ ഇത്രയും വൃത്തികെട്ട രീതിയിൽ വലിച്ചു കീറുന്നത് കണ്ടപ്പോൾ എനിക്കത് സഹിച്ചില്ല. കാരണം അയാൾ ഒരു തെറ്റും ചെയ്യാതെ അയാളുടെ വസ്തുവകയിൽ നിന്ന് കുറച്ച് വസ്തു ഈ രേണുസുധിക്ക് കൊടുത്തു. എത്രയോ ആൾക്കാർ, വാടകയ്ക്ക് താമസിക്കുന്ന ആൾക്കാരും സ്ഥലമില്ലാത്ത ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പൊ രേണുസുധിക്ക് അയാൾ സ്വന്തമായിട്ട് സ്ഥലം കൊടുത്തു. 7-8 സെന്റ് ഭൂമി കൊടുത്തു. എന്ത് റേറ്റാണ് ഇപ്പൊ സ്ഥലത്തിന്! ആ സ്ഥലത്ത് കിടന്നുകൊണ്ട് തന്നെ അയാളെ തെറി വിളിക്കുന്ന കണ്ടപ്പോൾ ശരിക്കും എനിക്ക് രേണുസുധിയോട് പുച്ഛാണ് വന്നത്. അതുകൊണ്ടാണ് ഞാൻ രേണുസുധിയുടെ ഓരോ കണ്ടന്റും എടുത്ത് ഇങ്ങനെ കീറി പൊളിക്കുന്നത് കേട്ടോ. ഇനി നോക്കി നോക്കൂ, എല്ലാവരെയും എന്താ പറയുന്നത്, വീട് കൊടുത്ത ആളെ പിന്നെ കുറച്ചൊക്കെ ഒന്ന് വിമർശിക്കണം. കാരണം അയാൾ ആ വീട് മര്യാദയ്ക്കല്ല പണിത് കൊടുത്തത്. പക്ഷെ അതിന് ഫിറോസിക്ക തന്നെ വന്നിട്ട് മറുപടി പറയുന്നുണ്ട്, ഞാൻ അതിന്റെ ബേസ്മെന്റ് ആണ് പണിതത്, ബാക്കിയുള്ളതൊക്കെ ഓരോരുത്തർ എടുക്കുകയാണ് ചെയ്തത്, പക്ഷെ കുറ്റം മുഴുവൻ എൻ്റെ തലയിലേക്കായി എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അതിലെന്താണ് കാര്യം എന്ന് നമുക്കറിയില്ല. പക്ഷെ രേണുസുധീർ എന്ത് കേട്ടാലും എനിക്കിപ്പോ അയ്യേ എന്താണ് ഈ പെണ്ണ് പറയുന്നത് എന്ന് മാത്രമേ തോന്നാറുള്ളൂ. ഒരു വോയിസ് നിങ്ങളൊന്ന് കേട്ടു നോക്കിട്ടോ. രേണുസുധി വീണ്ടും ഗർഭിണി, അബോഷനാക്കാൻ പോകുന്നു. 21 വയസ്സുകാരൻ ഒളിവിൽ. അതാണോ ഒളിച്ചു വെച്ചേക്കുന്നത്? 21 വയസ്സുകാരൻ. ഓക്കെ. അപ്പം പുതിയതായിട്ട് ഇനിയും റീച്ച് ഉണ്ടാകാനുള്ളവർക്ക് ഞാൻ കണ്ടന്റ് വരെ തന്നിട്ടുണ്ട്. നിങ്ങൾ വലിയൊരു തമ്പനായിട്ട് കൊടുത്തിട്ട് നിങ്ങൾ എന്റെ ഈ ഒരു ഫോട്ടോ, നല്ല ഫോട്ടോ വെക്കണം കേട്ടോ, എന്നാലും ആൾക്കാർ കയറി കാണത്തുള്ളൂ. പതിനൊന്നിന് ഫോട്ടോ വെച്ചോളൂ. അപ്പൊ ആൾക്കാർ ഇങ്ങനെ പടപെടാന്ന് കണ്ട് വ്യൂസ് കൂടും. നിങ്ങൾ അങ്ങനെ ചെയ്യുക. നിങ്ങൾ എന്നെ വെച്ചിട്ട് കാശുണ്ടാക്കുക, നിങ്ങളുടെ മക്കൾക്ക് കൊടുക്കുക. അയ്യേ ഈ പെണ്ണ് എന്തൊക്കെയാണ് ഈ പറയുന്നത്! ജെന്യൂൻ ആണെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇത്രയും കാലം ഈ പെണ്ണിനെ പ്രൊട്ടക്ട് ചെയ്തത്. മക്കളെ വരെ പറയുന്നു നിങ്ങളുടെ മക്കൾക്ക് കൊടുക്കുക. ഞങ്ങൾ ഒരിക്കൽ പോലും രേണുസുധിയെ പോലെ മറ്റുള്ളവരെ കയ്യിൽ നിന്ന് എരന്ന് മേടിച്ചിട്ട് മക്കൾക്ക് കൊടുത്തിട്ടില്ല. രേണുസുധി ആ കാലങ്ങളൊക്കെ മറന്നു. ഇപ്പൊ അത്യാവശ്യം പൊക്കിളും വയറൊക്കെ കാണിച്ചുകൊണ്ട് അത്യാവശ്യം പൈസ കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പൊ എരന്ന് മേടിക്കേണ്ട ആവശ്യകതയില്ല. അതുകൊണ്ടാണ് രേണുസുധി ഞങ്ങളുടെയൊക്കെ മക്കളെ പറയുന്നത്, നിങ്ങളൊക്കെ മക്കൾക്ക് കൊടുക്കുക എന്ന് പറയുന്നത്. രേണുസുധിയുടെ കണ്ടന്റ് വിറ്റിട്ട് വേണ്ട ഞങ്ങൾക്ക് മക്കൾക്ക് കൊടുക്കാൻ, അതൊന്നുകൂടെ ആലോചിക്കണം. പക്ഷെ സ്വന്തം മക്കൾക്ക് തീറ്റ കൊടുത്തിരുന്നത്
രേണുസുതി എങ്ങനെയാണ് എന്ന് ആലോചിക്കണം. മറ്റുള്ളവരെ നിരന്ന് മേടിച്ചിട്ട് പലവരുടെ വോയിസും ഞങ്ങൾ കേട്ടിട്ടുണ്ട്. ഞങ്ങളുടെ കയ്യിൽ നിന്ന് 3000 മേടിച്ചു, 10,000 മേടിച്ചു, 5000 മേടിച്ചു, മക്കൾക്ക് ബിസ്ക്കറ്റ് മേടിക്കണം, ബാഗ് മേടിക്കണം, വസ്ത്രം മേടിക്കണം, ചോറ് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് മക്കൾക്ക് മറ്റുള്ളവരെ അധ്വാനിച്ചുണ്ടാക്കിയ പൈസ തിന്നാൻ കൊടുത്തിരുന്നത്. അതുപോലെ ഞങ്ങൾ ചെയ്യുന്നില്ല. നിങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ ഇട്ട് അലയ്ക്കുന്ന ആ സബ്ജക്റ്റാണ് ഞങ്ങൾ ഇട്ടിട്ട് കളിക്കുന്നുള്ളൂ. അല്ലാതെ നിങ്ങളുടെ പോലെ ആരും അറിയാതെ മൊബൈൽ കൂടെ ചീത്ത പറയാ, അവര് അവരുടെ കാശ് ചോദിക്കുമ്പോൾ അവരെ ചീത്ത പറയാ, ഇതൊന്നും ഞങ്ങൾ ചെയ്തിട്ടില്ല. എല്ലാവരും അധ്വാനിച്ചുണ്ടാക്കിയ പൈസ 1000 എന്നല്ലോ നിങ്ങൾ മക്കൾക്ക് കൊടുത്തിരുന്നത്. ആ പൈസ നിങ്ങളിപ്പോൾ എന്ത് ചെയ്യണം? നിങ്ങളിപ്പോൾ അധ്വാനിക്കുന്നുണ്ടല്ലോ, ആ പൈസ നിങ്ങൾ ആദ്യം തിരിച്ചു കൊടുക്കാൻ നോക്കൂ. എന്നിട്ട് പറയൂ മറ്റുള്ളവരെ, കേട്ടോ. അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ എന്ത് ചെയ്യണം? മറ്റുള്ള മാധ്യമങ്ങളിൽ കയറിയിരുന്ന് നിരങ്ങാതിരിക്കുക. നിങ്ങൾ സ്വന്തമായി നിങ്ങൾ ജോലിക്ക് പോകാൻ വരിക. അങ്ങനെയാകുമ്പോൾ നിങ്ങളെക്കുറിച്ച് ആരും ഒരു കണ്ടന്റ് എടുക്കില്ല. ഇപ്പം നിങ്ങൾ ഇതൊക്കെ ഇടാം നിങ്ങൾക്കില്ലേ, അപ്പം ഞങ്ങൾക്ക് പറയാൻ പാടില്ല? ഇങ്ങനെയൊക്കെ നിങ്ങൾ ഇട്ട് കഴിഞ്ഞാൽ ഞങ്ങൾ ഇങ്ങനെയൊക്കെ തന്നെ പറയുകയുള്ളൂ, കേട്ടോ. ഇതൊരു പബ്ലിക് പ്ലാറ്റ്ഫോമാണ്. രേണുസുതി അതുകൊണ്ട് തന്നെയാണ് ജീവിക്കുന്നതും ആലോചിക്കും. അതായത് ബിഗ് ബോസിൽ പോയത് തന്നെ എന്താണ്? പബ്ലിക് പ്ലാറ്റ്ഫോമിൽ രേണുസുതി എല്ലാവരും കണ്ടന്റ് ആക്കി എടുത്തത് കൊണ്ട് തന്നെയാണ്, അല്ലേ? അപ്പൊ പബ്ലിസിറ്റി കിട്ടിയില്ലേ രേണുസുതിക്ക് ചെയ്തത്? അപ്പൊ റീച്ച് കിട്ടിയപ്പോൾ രേണുസുതിക്ക് ഇപ്പൊ യൂട്യൂബേഴ്സിനെ ഇഷ്ടമല്ലാതായി. ഒന്നോ രണ്ടോ യൂട്യൂബേഴ്സ് തെറി വിളിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ യൂട്യൂബേഴ്സിനെയും അടച്ചാക്ഷേപിക്കേണ്ട ആവശ്യകതയില്ല. ഞങ്ങളൊന്നും തെറി വിളിച്ചിട്ടല്ല കാര്യം പറയുന്നത്. രേണുസുതി പറഞ്ഞ കണ്ടന്റിനെയാണ് ഞങ്ങൾ വിമർശിക്കുന്നത്. അല്ലാതെ രേണുസുതിയെ മാ മീ മൂ എന്നൊന്നും പറഞ്ഞിട്ട് ഞങ്ങളൊന്നും പറയുന്നില്ല. അങ്ങനെ പറയാൻ ഞങ്ങൾക്ക് സാധിക്കില്ല. നിങ്ങൾ ചെയ്തു വെച്ച കാര്യങ്ങൾ ഞങ്ങൾക്ക് ഒരുപാട് പറയാനുണ്ട്. അതാണ്. ഇനിയൊരു വോയിസ് കൂടി നമുക്ക് കേട്ടിട്ട് വരാം. പറയും അടിച്ച് കിണ്ടിയായിട്ട് രേണുസുതി കിടന്നു എന്നൊക്കെ. ഒന്നുമില്ല, ചെറുതേ അടിച്ചുള്ളൂ. അറിയാലോ ചെറുതെന്താന്ന്. 6 പോടാ ചെറുത്. അതിപ്പോ എത്രയാണെന്നൊന്നും ഞാൻ പറയത്തില്ല. ക്രിസ്മസിന് മാത്രം. ഇല്ല, ഒന്നും കഴിച്ചില്ല. എന്തൊരു സിമ്പിളായിട്ടാ പറഞ്ഞ, ചെറുതേ അടിച്ചുള്ളൂ. ഞങ്ങളൊന്നും ഇങ്ങനെ ചെയ്യാറില്ല രേണുസുതി. ഞങ്ങൾ ഈ ചെറുതേ അടിച്ചുള്ളൂ എന്ന് പറയില്ല. മറ്റുള്ളവർക്ക് കാശ് കൊടുക്കാനില്ല ഉള്ളപ്പോ, ഞങ്ങൾക്ക് അവരുടെ നിന്ന് കടം മേടിച്ച് കൊടുക്കാനുള്ളപ്പോൾ ഞങ്ങൾ ചെറുതടിക്കാനും വലുതടിക്കാനും നിൽക്കുകയില്ല. അപ്പൊ ഞങ്ങൾ തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായല്ലോ. ഞങ്ങൾ പഞ്ചസാര അരി എങ്ങനെയാണ് മേടിക്കണമെന്ന് മറ്റുള്ളവരെ നിരന്ന് മേടിച്ചുകൊണ്ടല്ല. നിങ്ങൾക്ക് ഇത്രയധികം പൈസ, നിങ്ങൾ തന്നെ പറഞ്ഞു ലക്ഷക്കണക്കിന് പൈസ നിങ്ങളുടെ അക്കൗണ്ടിലുണ്ടെന്ന്. അപ്പൊ നിങ്ങൾ ഒരുപാട് പേർക്ക് കടം കൊടുക്കാനില്ലേ? അതൊക്കെ ആദ്യം കൊടുത്തു തീർക്കുക. എന്നിട്ട് ചെറുതും വലുതും അടിക്കാം. അളവ് വരെയാണ് ഈ പറയുന്നത്. പിന്നെ എങ്ങനെയാണ് നിങ്ങളെ വിറ്റ് ആൾക്കാർ കാശുണ്ടാക്കാതിരിക്കുക? അളവ് വരെ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നുകൊണ്ടാണ് ഈ പറയുന്നത്. കുറച്ചൊക്കെ ഒന്ന് ഒതുങ്ങണം എൻ്റെ പൊന്നു രേണുസുതി. ഇനി ആ മോഡലായിട്ട് ബന്ധപ്പെട്ടൊരു വോയിസ് ഉണ്ട് കേട്ടോ, അത് നമുക്ക് നോക്കാം. ഒരു പരിപാടിയിൽ രേണുസുതിക്ക് ബെസ്റ്റ് മോഡലിനുള്ള ഒരു അവാർഡ് കൊടുത്തു. രേണുസുതി ഈ മോഡലിംഗ് ഫീൽഡിനെ പറ്റി മുമ്പ് എന്തെങ്കിലും പരിചയമുള്ള ഒരാളാണ്? ഒന്നുമില്ല, ഒരു പരിചയമുള്ള ആളല്ല. അവർ മോഡലിംഗ് ഫീൽഡ് എന്താണെന്ന് പോലും അവർക്ക് അറിയത്തില്ല. അവർ ഫസ്റ്റാണ് ഇങ്ങനെ ഷോയ്ക്ക് ഗസ്റ്റായിട്ട് വരുന്നത്. ഒരു കമ്പനി വിളിച്ചിട്ട് ഗസ്റ്റായിട്ട് വരുന്നത്. ഫസ്റ്റ് ടൈം വന്നു, അവാർഡും കൊടുത്തു. അതിനുശേഷം ബിഗ് ബോസിലേക്ക് എൻട്രിയും കിട്ടും. ഈ കോസ്റ്റ്യൂം തന്നെ രേണുസുതിയുടേത്. എക്സാം ഞാൻ പറയട്ടെ, കമ്പനി പ്രൊവൈഡ് ചെയ്ത കോസ്റ്റ്യൂമേ അല്ല രേണുസുതിയുടേത്. രേണുസുതി ആവശ്യപ്പെട്ട കോസ്റ്റ്യൂമാണത്. കമ്പനി പ്രൊവൈഡ് ചെയ്ത കോസ്റ്റ്യൂം അല്ല. എക്സ്പോസ് കണ്ടന്റ് ആവശ്യപ്പെട്ടു രേണുസുതി. അതുകൊണ്ട് തന്നെയാണ് ആ ഒരു കോസ്റ്റ്യൂം ലിബ്ര മോഡലിംഗ് കമ്പനി രേണുസുതി കൊടുത്തത്. ബെസ്റ്റ് മോഡലിനുള്ള അവാർഡ് രേണുസുതി കിട്ടുമെന്ന് ഞാൻ പറയുന്നു. ഒരു പെജന്റ് ഷോ അറ്റൻഡ് ചെയ്ത ലേഡിയാണ് രേണുസുതി അല്ല. പിന്നെ ഇങ്ങനെ ഒരു അവാർഡ് കൊടുക്കാനുള്ള കാരണം എന്താണ്? കമ്പനിയുടെ CEO ഓൾറെഡി ഇവിടെ ഉണ്ടല്ലോ. ലിബ്ര മോഡലിംഗ് കമ്പനിയുടെ CEO ഇവിടെ ഉണ്ട്. വിളിച്ചു ചോദിച്ചു നോക്കും. അയ്യേ, എന്തൊക്കെ കേൾക്കുന്നുണ്ട് പൊന്നു രേണുസുതി. എക്സ്പോസ്ഡ് ആയിട്ടുള്ള സാധനം തന്നെ, കോസ്റ്റ്യൂം തന്നെ ചോദിച്ചു വാങ്ങിയിടുക. അപ്പൊ രേണുസുതിക്ക് റീച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ് എന്നുള്ളത് മനസ്സിലായില്ല എല്ലാവർക്കും. അപ്പൊ സ്വന്തമായ റീച്ച് കിട്ടാൻ വേണ്ടി എന്തും കാണിക്കാൻ തയ്യാറായ ആളാണ് രേണുസുതി. റീച്ച് കിട്ടാൻ വേണ്ടി സമൂഹ മാധ്യമങ്ങളിൽ വന്ന് എന്തും വിളിച്ച് തോന്നിവാസം പറയുന്ന ആളാണ് രേണുസുതി. എന്നിട്ടാണ് യൂട്യൂബേഴ്സിനെ കുറ്റം പറയുന്നത്. അവര് റേറ്റിംഗ് കൂട്ടാനാണ്, അല്ലെങ്കിൽ അവർക്ക് #രേണുസുതി എന്ന് ഇട്ട് കഴിഞ്ഞാൽ ലക്ഷക്കണക്കിന് കൊയ്യാണ് എന്നൊക്കെ പറയുന്നത്. എന്തിനാ എൻ്റെ പൊന്നു രേണുസുതി സ്വന്തമായിട്ട് ഇങ്ങനെ വെറുതെ നാറ്റിക്കുന്നത്? മറ്റുള്ളവര് അധ്വാനിച്ചുണ്ടാക്കിയ പൈസയാണ് നിങ്ങൾക്ക് തന്നിരുന്നത്. അതുപോലെ നിങ്ങളിപ്പോൾ അധ്വാനിച്ച പൊക്കളാണെങ്കിലും തുടയാണെങ്കിലും എന്തൊക്കെ തന്നെ കാണിച്ചിട്ടാണെങ്കിലും നിങ്ങളിപ്പോൾ അധ്വാനിച്ച് പൈസ ഉണ്ടാക്കുന്നുണ്ടല്ലോ. ആ പൈസ നിങ്ങൾ എന്ത് ചെയ്യണം? ആ മറ്റവർക്ക് തിരിച്ചു കൊടുക്കുക തന്നെ വേണം. അല്ലാതെ നിങ്ങൾ ഈ വായ്പൂട്ടടിച്ച് വായ്ത്താളടിച്ചിരുന്നിട്ട് ഒരു കാര്യമില്ല. ഇനിയിപ്പോൾ സ്വന്തമായിട്ടുള്ള ആ മകനുണ്ടല്ലോ, ഇത്രയും കാലം കിച്ചു ഒന്നും രേണുസുതിയെ പറഞ്ഞിരുന്നില്ല കേട്ടോ. അവിടെ ഇവിടെയും തൊടാതെ ആൻസർ പറഞ്ഞിരുന്നത്. പക്ഷേ ഇപ്പൊ കിച്ചുവും കൂട്ടുകാരും വന്നിരുന്ന് ലൈവിൽ തന്നെ രേണുസുതിയെ പൊളിച്ചടക്കുന്നുണ്ട്. ആ വോയിസ് നമുക്കൊന്ന് കേൾക്കാം. വീട് വെച്ചവർക്കും അല്ല, ഞാൻ പറയട്ടെ, കാര്യം പറയട്ടെ. ഞാനൊരു ഇതായിട്ട് ഇതുവരെ പറഞ്ഞിട്ടും ഇല്ല,
എന്തായാലും പറഞ്ഞിട്ടുള്ളത് എന്റെ പേരിലെന്നാ തന്നേക്കുന്നത്. ഞാൻ ഇതായിട്ട് ഒരു കാര്യം പറഞ്ഞിട്ടുമില്ല. ഫിറോസൊക്കെ ആണെങ്കിലും എനിക്ക് ഇടയ്ക്ക് മെസ്സേജ് ഇടാറുണ്ട്. ഞാനായിട്ടൊരു പ്രശ്നവും ഇല്ല. ഞാൻ ഇതായിട്ട് അതിനെ കുറ്റം പറഞ്ഞിട്ടുമില്ല. അപ്പൊ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് നമ്മുടെ കാര്യം തന്നെ, നമ്മളാണ് ചെയ്തോട്ട്. അവരുടെ തന്നെ ഉത്തരവാദിത്വം എന്ന് പറഞ്ഞാൽ ഉത്തരവാദിത്വമല്ല, അവരങ്ങനെ ഒരു മനസ്സ് വെച്ച തന്നെ നല്ലൊരു കാര്യം. എന്താ ഒരു വീടില്ലാത്ത സമയത്ത് വീട് തന്നതും. കിച്ചു എന്നാണ് അവിടെ താമസിക്കാൻ പോകുന്നത് അന്ന് ഞങ്ങൾ അതിൻ്റെ ആ വീടിൻ്റെ മെയിൻ്റെനൻസ് ഒക്കെ ഞാൻ പേഴ്സണലി ഞങ്ങളല്ല പേഴ്സണലി ഞാൻ ചെയ്തു കൊടുക്കും. അതിനകത്ത് ഒരു സംശയമില്ല. ഈ പയ്യൻ പറഞ്ഞത് എത്രയോ കറക്റ്റാണ്. ഇത്രയും ചെറിയ കുട്ടിക്ക് പോലും ഇത്രയും നന്ദിയുണ്ട്. ചെറിയ കുട്ടിയെന്ന് ഉദ്ദേശിച്ചത് രേണുസുതിയും അതിന്റെ അച്ഛനും ഒക്കെ വെച്ച് നോക്കുമ്പോൾ ഇത് ചെറിയ കുട്ടിയാണല്ലോ. അവർക്ക് പോലും ഇത്രയും നന്ദിയുണ്ട്. അവർ വെച്ചു കൊടുത്ത വീട് അവരുടെ ഉത്തരവാദിത്വമൊന്നും അല്ല, എന്നിട്ടും അവർ വെച്ചു കൊടുത്തില്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. എനിക്ക് ഫിറോസ് ഖാട് പറയാനുള്ളത്, നമ്മളൊരു കാര്യം കൊടുക്കുമ്പോൾ അത് ഒരു റൂമേ ഉള്ളൂ, 2 റൂമേ ഉള്ളൂ, അത് വളരെ അടച്ചുറപ്പായി കൊടുക്കുക. വലിയ വങ്കാളം വീട് വെച്ച് കെട്ടി അത് തീരെ ഉറപ്പില്ലാതെ കൊടുക്കുന്നതിനേക്കാൾ നല്ലത് 2 റൂമേ ഉള്ളൂ, അത് നല്ല ഭംഗിയിൽ അടച്ചുറപ്പോട് കൂടി കൊടുക്കുക. അപ്പം മറ്റുള്ളവർക്ക് കുറ്റം പറയേണ്ട ആവശ്യമില്ലല്ലോ. നമ്മളൊരാൾക്ക് ദാനം കൊടുക്കുമ്പോൾ നല്ലൊരു വീടായി കഴിഞ്ഞാൽ ഇടിഞ്ഞു പൊളിഞ്ഞു വീഴാതെ വീടായിരിക്കണമല്ലോ കൊടുക്കേണ്ടത്. പിന്നെ അപ്പം അതുകൊണ്ട് ഫിറോസ് ഖാൻ്റെ അടുത്ത് ചെറിയൊരു ഇതുണ്ട് എനിക്ക്. പക്ഷെ കിച്ചു പറഞ്ഞത് വളരെ കറക്റ്റാണ് കേട്ടോ. ആ കുട്ടിക്ക് അതിൽ യാതൊരു തെറ്റുമില്ല. പിന്നെ മെയിൻറ്റെയിൻ ചെയ്യാതെയാണ് ഈ വീട് ഇങ്ങനെ ആയത് എന്ന് പറയുന്നു. അതിനെക്കുറിച്ച് നമുക്ക് വലിയ ധാരണയൊന്നും കിട്ടുന്നില്ല. രേണുസുതിയെയും അച്ഛനെയും തള്ളി പറഞ്ഞുകൊണ്ട് തന്നെയാണ് കിച്ചു അങ്ങനെ പറഞ്ഞത്. ഞങ്ങൾ ഒരിക്കലും തള്ളി പറഞ്ഞിട്ടില്ല എന്ന് കിച്ചു പറയുന്നുണ്ട്. പ്രത്യേകിച്ചും ഞാൻ അങ്ങനെ തള്ളി പറയില്ല. അവരുടെ ഒരു മനസ്ഥിതിക്ക് അവർ തന്നതാണല്ലോ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് എന്ന് കിച്ചു പറയുന്നുണ്ട്. ഫിറോസ് എന്നെ ഇപ്പോഴും വിളിക്കാറുണ്ട്, മെസ്സേജ് അയക്കാറുണ്ട്. അപ്പോൾ അവർ തമ്മിൽ യാതൊരു പ്രശ്നവുമില്ല എന്ന് കിച്ചു പറയാതെ പറയുന്നുണ്ട്. രേണുസുതിയെ കുറ്റപ്പെടുത്തുകയാണ് അവിടെ. സത്യത്തിൽ ഇവർ അച്ഛനും മകളും ഇത് നേരെ അങ്ങനെ ഓരോരുത്തരെയും മതിലുണ്ടാക്കി തന്നവരെയും വീടുണ്ടാക്കി തന്നവരെയും ഒക്കെ അങ്ങനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണല്ലോ. സ്ഥലം തന്ന ബിഷപ്പിനെ പറയാത്തതായിട്ട് ഒന്നും തന്നെയില്ല. ഇവരെന്തിനാണ് ഇത് ചെയ്യുന്നതെന്ന് ആർക്കും അറിയപ്പോലില്ല. അതുകൊണ്ട് തന്നെയാണ് കിച്ചു ഇങ്ങനെ പറഞ്ഞത്. ഇനി കിച്ചുവിന്റെ ഒരു വോയിസ് കൂടി നമുക്ക് കേൾക്കാട്ടോ. സന്തോഷം മാത്രമേ ഉള്ളൂ അങ്ങനെ ഒരു വീട് എനിക്ക് തന്നതിലും. അത് നല്ലൊരു വീടാ, വളരെ നല്ലൊരു വീടാ അത്. അപ്പൊ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് നമ്മുടെ കാര്യം തന്നെ, നമ്മളാണ് ചെയ്തോട്ട്. അവരുടെ തന്നെ ഉത്തരവാദിത്വം എന്ന് പറഞ്ഞാൽ ഉത്തരവാദിത്വമല്ല, അവരങ്ങനെ ഒരു മനസ്സ് വെച്ച തന്നെ നല്ലൊരു കാര്യം. എന്താ ഒരു വീടില്ലാത്ത സമയത്ത് വീട് തന്നതും. കേട്ടുള്ളൊരു അനുസരിച്ച് കേട്ടിട്ടുണ്ടാവില്ല. സ്വന്തം മകൻ തന്നെ പറയാണ്, ഇത്രയും ബുദ്ധി ആ കുട്ടിക്ക് ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് അതിന് ഡബിൾ വയസ്സുള്ള രേണുസുതിക്ക് അത്രയും ബുദ്ധി ഇല്ലാത്ത? എന്തിനാ രേണുസുതി പൊട്ടന്മാരെ പോലെ അഭിനയിക്കുന്നത്? ഇനി അതൊന്നും വേണമെങ്കിൽ ഈ മറ്റേ സഫീന താത്തയോ എന്തോ ഒരു താത്തയുണ്ടല്ലോ, ആ താത്ത പറയുന്ന പോലെ തന്നെ ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയിക്കോളൂ. ഒരു ബീവി ബീവി പറയുന്ന പോലെ ഇറങ്ങിപ്പോയിക്കോളൂ. അവിടെ നിന്നുകൊണ്ട് ആരും കുറ്റം പറയണ്ടല്ലോ, ഇറങ്ങിപ്പോയിക്കോളൂ. മക്കൾക്കുള്ള വീടല്ലേ, മക്കളുടെ പേരിൽ അവിടെ കിടന്നോളൂ ആ വീട്. അല്ലാതെ അവിടെ ഇരുന്നു കൊണ്ട് അവരെയും കുറ്റം പറയണം, നാട്ടുകാരെയും കുറ്റം പറയണം, യൂട്യൂബേഴ്സിനെ ഇപ്പൊ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ യൂട്യൂബിൽ ഒന്നും ഇടണ്ടാന്നേ. നിങ്ങൾക്ക് വയറ് കാണിക്കണോ പൊക്കിള് കാണിക്കണോ അങ്ങനെ ചെയ്തോളൂ.